الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. صلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. സൂറ അശ്ശുഅറ 216 മുതൽ 220 വരെയുള്ള വചനങ്ങൾ നോക്കൂ നിങ്ങൾ. ഇനി നബിയെ താങ്കളോട് അവർ അനുസരണക്കേട് കാണിക്കുകയാണെങ്കിൽ, താങ്കളോട് അവർ അനുസരണക്കേട് കാണിക്കുകയാണെങ്കിൽ ഫഖുൽ, അപ്പോൾ നബിയെ താങ്കൾ പറയൂ, ഇന്നി ബരീഉം മിമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിൽ ഞാൻ ഒഴിവാണെന്ന് പറയണം റസൂലേ. നിങ്ങളുടെ ഈ ദുഷ്പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെയും ഞാൻ ഒഴിവാണെന്ന് പറയണം. വതവക്കൽ, ഞാൻ ബരമേൽപ്പിക്കുന്നു അലൽ അസീസ് റഹീം, അസീസും റഹീമുമായ അല്ലാഹുവിന്റെ മേൽ ഞാൻ ബരമേൽപ്പിക്കുന്നു എന്നും പറയണം എന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു കൽപ്പിക്കുന്നത്. അല്ലദീ, എങ്ങനെയുള്ളവനാണ് ആ അല്ലാഹ്, യറാക, നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്, ഹീന തഖൂം, നീ നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നീ നിന്നുകൊണ്ട് നമസ്കരിക്കുന്ന സമയത്ത് നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലാഹ്. നോക്കൂ നിങ്ങൾ, നമ്മുടെ സകല പ്രവർത്തനങ്ങളും നിരന്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്, അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് യാഥാർത്ഥ്യം ഈ ആയത്തിൽ കൂടി നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. നമ്മെ ഭയപ്പെടുത്തേണ്ടതാണ്. കാരണം നമ്മുടെ ഒരു പ്രവർത്തനങ്ങളും അല്ലാഹുവിന്റെ നോട്ടത്തിൽ നിന്നോ അറിവിൽ നിന്നോ ഒരിക്കലും അകലെയല്ല എന്ന് നാം മനസ്സിലാക്കണം. അടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നു, ആ സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നീ ചലിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തിലൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരം നിന്നെ ദർശിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂലിനെ ഉണർത്തുകയാണ്. ഇത് ലോക മുസ്ലിമീങ്ങൾക്ക് മാതൃകയാണ്. നാം നമസ്കരിക്കുമ്പോൾ അല്ലാഹുമായി സംഭാഷണത്തിലാണ്, നമ്മെ നിരന്തരം അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഇന്നഹു, നിശ്ചയമായി അവൻ അല്ലാഹു ഹുവസ് സമീഉൽ അലീം, അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. നോക്കൂ നിങ്ങൾ, ഇതാണ് അതിന്റെ അകത്തുക. അല്ലാഹു സകലതും കേട്ടുകൊണ്ടിരിക്കുന്നു, അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ അറിവിലും കേൾവിയിലും പെടാതെ ഒരു കാര്യവും ഈ ദുനിയാവിൽ നടക്കുന്നില്ല എന്നുള്ള ബോധ്യം നാം മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ മാത്രമേ നമുക്ക് തഖ്വ വർദ്ധിക്കുകയുള്ളൂ, നമുക്ക് കൃത്യമായ വിജയം പ്രാപിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഈ ആയത്തിൽ വിശദീകരിക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.